യാക്കോബായ സഭയുടെ പുതിയ ഇടയനായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് നൽകുന്ന സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 21-ാം തീയതിയാണ് ബാവ ജില്ലയിലേക്ക് എത്തുന്നത്. ഈ മാസം 21-ാം തീയതി 3 മണിക്ക് ഇടുക്കിയിലേക്ക് എത്തുന്ന ബാവയ്ക്ക് സ്വീകരണവും അനുമോദനവും നൽകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യാക്കോബ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസിയോസ് അറിയിച്ചു. 21-ാം തീയതി ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് ഒരു പക്ഷേയെങ്കിലും ഇതംപ്രദമായിട്ടാണ് ഹൈറേഞ്ചിലും മറ്റ് പള്ളികളിലും ഒരു മേഖല അല്ലെങ്കിൽ ഭദ്രാസന അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കാം. അങ്ങനെ 21-ാം തീയതി ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ഹൈറേഞ്ചിലേക്ക് എഴുന്നള്ളുകയാണ്. ഹൈറേഞ്ചിലേക്ക് എഴുന്നള്ളുന്നതായ സാഹചര്യത്തിൽ ബാവയെ സംബന്ധിച്ചിടത്തോളം എഴുന്നള്ളി വരുമ്പോൾ ബാവ അങ്കമാലി ഭദ്രാസനത്തിന് മെത്രാപ്പൊലിത്ത കൂടിയാണ്. അപ്പോൾ ഹൈറേഞ്ച് മേഖല ശ്രേഷ്ഠ ബാവയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഗീവർഗി സഹദായുടെയും പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. അടിമാലിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് 3 മണിക്ക് രാജാക്കാട് ബസേലിയോസ് ചാപ്പലിലും രാജകുമാരി ബസേലിയോസ് ചാപ്പലിലും സ്വീകരണം നൽകും. തുടർന്ന് മുരിക്കുംതൊട്ടി പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ബാവയ്ക്ക് ഹൈറേഞ്ച് മേഖലയുടെ സ്വീകരണവും അനുമോദന പൊതുസമ്മേളനവും നടക്കും. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും ശ്രേഷ്ഠ കാതോലിക്കയായി അഭിഷിക്തനായി ഹൈറേഞ്ച് ഭദ്രാസനത്തിലേക്ക് ആദ്യമായി എഴുന്നള്ളി വരുന്ന ബാവായിക്ക് രാവിലെ 11:30 മണിക്ക് വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് സ്വീകരിച്ച് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഭദ്രാസന ആസ്ഥാനത്ത് എത്തിച്ചേരുന്ന ബാവായിക്ക് ഭദ്രാസനത്തിന്റെ സ്വീകരണവും തുടർന്ന് അവിടെ നിന്ന് 2 മണിക്ക് ബാവ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് പുറപ്പെടുകയാണ്. വാഹന അകമ്പടിയോടുകൂടി 4 മണിക്ക് രാജകുമാരി പരിമല മോർ ഗ്രിഗോറിയോസ് കുരിശലിൽ എത്തിച്ചേരുന്ന ബാവയെ രാജകുമാരി സെന്റ് ജോൺസ് ഗലീലാക്കുന്ന് പള്ളിയുടെയും ഹൈറേഞ്ചിലെ എല്ലാ ദേവാലയങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ ബാസിലിയോസ് ചാപ്പലിൽ എത്തിച്ചേർന്ന് ധൂപ്രാർത്ഥന നടത്തി ബാവ കൃത്യം 4:45 മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഗീവർഗി സഹദാ കുരിശിൽ എത്തിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികൾ ബാവയ്ക്ക് ഭക്തി നിർഭരമായി സ്വീകരണം നൽകി ദേവാലയത്തിലേക്ക് ആനയിക്കുകയും ധൂപപ്രാർത്ഥനാനന്തരം കൃത്യം 5 മണിക്ക് തന്നെ അനുമോദന സമ്മേളനം നടത്തപ്പെടുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ തിരുക്കർമ്മങ്ങളും അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശിഷിപ്പ് വണക്കവും നടക്കും.